1 PM ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം. മുതിർന്ന CPIM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ പാർട്ടി വിട്ടേക്കും. CPIM അംഗത്വം പുതുക്കുന്നില്ലെന്നും അവഗണന സഹിച്ച് തുടരാനില്ല എന്നുമാണ് ജി സുധാകരൻ നിലപാട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തിൽ അതൃപ്തി വ്യക്തമാക്കി പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നു. നാളെ ആലപ്പുഴയിലെ വീട്ടിൽ ജി സുധാകരൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. സുധാകരനെ അനുനയിപ്പിക്കാൻ CPIM ജില്ലാ നേതൃത്വം നീക്കം ആരംഭിച്ചു. ഒന്നും അറിഞ്ഞില്ലെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ഒറ്റയ്ക്കല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടത്. ഞാനത് കണ്ടില്ല. നിങ്ങൾ പറഞ്ഞു കേട്ട അഭിപ്രായം പറയാൻ പറ്റുമോ? അല്ലെ, ഞാൻ കേട്ടില്ലല്ലോ, ഞാൻ കണ്ടില്ല. ഞാനിപ്പോ കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങിയല്ലേ ഉള്ളൂ. വിവരം തിരക്കിട്ട് എന്താണത് എനിക്കറിയില്ലെന്ന്, ഞാൻ കേട്ടില്ലല്ലോ. അങ്ങനെ പുതുക്കുന്നില്ല എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. എനിക്കറിയില്ല. അത് നിങ്ങളല്ലേ എനിക്ക് അയച്ചതാണ്. എനിക്ക് നിങ്ങളൊന്ന് അയച്ചതാ. ഞാൻ കണ്ടില്ല, എനിക്കൊന്ന് അയച്ചതാ. അശ്വിൻ പാലാഴി മാർഷീതമ വാർത്തകളുമായി ചേരുന്നു. ആദ്യം അശ്വിനിലേക്കൊന്ന് പോകുന്നു. അശ്വിൻ, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കടുത്ത വിമർശനങ്ങളാണ് എന്ന് പറഞ്ഞാൽ വല്ലാതെ വൈകാരികമായി മുറിപ്പെടുന്ന ഒരു നേതാവിൻ്റെ വേദന ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എമ്പാടും കാണാം. ഇപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല. പക്ഷേ ആ ചിരിയടക്കം നിയന്ത്രിക്കാൻ ഒന്നും ചെയ്തില്ല, തനിക്ക് ഒരു വിലയും തന്നില്ല എന്ന പരിദേവനം ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. അതിനെ വൈകാരിക പ്രതികരണമായി കാണണോ അതോ തീരുമാനിച്ചുറപ്പിച്ച പ്രതികരണമായി കാണണോ അശ്വിൻ? ഹാഷ്മി, തീരുമാനിച്ചുറപ്പിച്ച വൈകാരിക അതിനോടൊപ്പം തന്നെ നിലനിൽക്കുന്ന ഒരു പ്രതികരണമാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടി നേതൃത്വമുള്ള എതിർപ്പ് അദ്ദേഹം പരസ്യമാക്കുന്നുണ്ട്. അവഗണനയും അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പരസ്യമേ പറഞ്ഞതുമാണ്. 2 ദിവസം മുമ്പുള്ള കാര്യത്തിലേക്ക് പോയാൽ കഴിഞ്ഞ ദിവസമാണ് മാർച്ച് 1-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും, അതായത് പാർട്ടി ആലപ്പുഴ DC ബ്രാഞ്ച് കമ്മിറ്റിയിൽ അംഗമാണ് അദ്ദേഹം. ആ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് നേതൃത്വം എത്തി ഈ സ്ക്രൂട്ടിനിക്കുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഫോം അടക്കം നൽകിയത്. പക്ഷേ അന്ന് അത് പൂരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വാങ്ങിവെച്ച ശേഷം പിന്നീട് നൽകാം അല്ലെങ്കിൽ നൽകണോ എന്ന് ആലോചിക്കട്ടെ എന്നുള്ള പ്രതികരണം നൽകി പാർട്ടി ബ്രാഞ്ച് നേതൃത്വത്തെ വീട്ടിൽ നിന്ന് മടക്കി അയക്കുകയായിരുന്നു ജി സുധാകരൻ. അതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ പരസ്യമായി തന്നെ അദ്ദേഹം ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. CPIM-ൽ നിന്ന് പുറത്തേക്ക് എന്നുള്ള വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. ഇനി പാർട്ടി മെമ്പർഷിപ്പ് ഇതുവരെ പുതുക്കിയിട്ടില്ല, ലെവി അടച്ചിട്ടില്ല, പുതുക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. ആ പോസ്റ്റിൽ പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനമുണ്ട്. ജില്ലാ സെക്രട്ടറി R നാസറിനെതിരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് പോസ്റ്റിൽ ആവർത്തിച്ചു. അതിനു പുറമെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരാമർശത്തെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. തന്നെ പരിഹസിച്ചെന്നും കളിയാക്കിയെന്നും മാധ്യമപ്രവർത്തകരടക്കം അത് കേട്ട് കളിയാക്കി ചിരിച്ചിട്ടും MV ഗോവിന്ദനെ തിരുത്താനാരും തയ്യാറായില്ല എന്നുമൊക്കെ അടക്കമുള്ള പരാതികളാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. എന്തായാലും കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഒരു പൊട്ടിത്തെറിയായി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വന്നിരിക്കുകയാണ്. ഇനി ജി സുധാകരന്റെ നിലപാട് എന്ത്, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എങ്ങനെ പോകും എന്നൊക്കെ അറിയണമെങ്കിൽ അദ്ദേഹം തന്നെയാണ് അത് വ്യക്തമാക്കേണ്ടത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയെങ്കിലും നാളെ വാർത്താ സമ്മേളനം വിളിച്ച് പറയാനുള്ളതെല്ലാം പറയും എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നാളെയാണ് നിർണായകമായ വാർത്താ സമ്മേളനം. രാവിലെ 11 മണിയോടുകൂടി പറവൂരിലെ വീട്ടിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദമാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വാർത്ത വലിയ തോതിൽ പ്രചരിച്ചതിന് പിന്നാലെ പാർട്ടി ജില്ലാ നേതൃത്വം ജി സുധാകരനെ സംസാരിക്കാൻ ശ്രമം നടത്തി. പക്ഷേ അദ്ദേഹം R നാസറിന്റെ ഫോൺ കോൾ എടുക്കാൻ തയ്യാറായിട്ടില്ല. എങ്കിലും അദ്ദേഹവുമായി സംസാരിക്കും എന്നുള്ളതാണ് R നാസറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അനുനയത്തിനുള്ള സാധ്യതയുണ്ടോ എന്നുകൂടി പാർട്ടി നേതൃത്വം നിലവിൽ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ കൂടി തേടുന്നുണ്ട്. പക്ഷേ ജി സുധാകരൻ അതിന് തയ്യാറാകുമോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു വാതിൽ അദ്ദേഹം തുറന്നിട്ടിരുന്നു എങ്കിൽ ഒരു തരത്തിലും ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 6.5 പതിറ്റാണ്ടോളം പാർട്ടിയിൽ പ്രവർത്തിച്ച ജി സുധാകരൻ ഇത്തരത്തിൽ വൈകാരികവും തീരുമാനിച്ചുറപ്പിച്ചതിന്റെ പ്രകാരമുള്ള ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്തായാലും എന്താണ് ഇനി പാർട്ടി ഇതിലെടുക്കുന്ന നിലപാട്, ഒപ്പം ജി സുധാകരന്റെ നിലപാട് എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ആകാംക്ഷ ജനിപ്പിക്കുന്നതുമാണ്. ഹാഷ്മി, ശ്രീത്ത് 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല, പരാതിയില്ല. 63 വർഷക്കാലത്തെ പാർട്ടി പരിചയം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള എനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലം തന്നിട്ടില്ല. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം എൻ്റെ വീടിനടുത്തുള്ള EMS ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആദ്യകാലത്ത് തന്നെ നിരോധനം ലംഘിച്ച് പ്രകടനം നടത്തി അറസ്റ്റും ജയിൽവാസവും ലോക്കപ്പ് മർദ്ദനവും BIR കേസ് ഉൾപ്പെടെ അനുഭവിച്ച് ജില്ലയിൽ ജീവിച്ചിരുന്ന ഒരേ ഒരാളായി എനിക്ക് ഒരു ക്ഷണപ്പത്ത് പോലും നൽകിയില്ല. എൻ്റെ അച്ഛനെ അവർ അധിക്ഷേപിച്ച് ഒരു LC മെമ്പർ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗം ഉറ്റശിഷ്യനാണ്. ഇതെല്ലാം നേരിട്ട കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ ഞാൻ പാർട്ടിയിൽ തുടരുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനത്തിലെ MV ഗോവിന്ദൻ്റെ ഒരു പ്രതികരണവും. അതിനാണോ മാധ്യമപ്രവർത്തകർ ചിരിക്കുന്നതെന്ന് അറിയില്ല. മാധ്യമപ്രവർത്തകർ ചിരിക്കുന്നുണ്ട്, പക്ഷേ അതിനുള്ള പ്രതികരണമാണോ എന്നറിയില്ല. അതിൽ കൂടി വ്യക്തത വരുന്നുണ്ട്. പക്ഷേ ശ്രീത്തിന് പറ്റിയേക്കും. ശ്രീത്ത്, ഇത് പെട്ടെന്ന് ഒരു MV ഗോവിന്ദൻ്റെ പ്രതികരണത്തിലുള്ള പ്രതിഷേധമല്ല. കഴിഞ്ഞ കുറേ അധികം നാളുകളായി പരോക്ഷമായും അല്ലാതെയും ഒക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ജി സുധാകരൻ പുറത്തേക്ക് എന്നുള്ള തീരുമാനം എടുത്തു പറയുന്നതാണത്. ശ്രീത്ത്,
ഹാഷ്മി, ജി സുധാകരനെ പോലൊരു നേതാവ് 6.5 പതിറ്റാണ്ട് കാലത്തെ പാർട്ടി ബന്ധം, പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു തീരുമാനം മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്നത് കേവലം ഏതെങ്കിലും പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായി കരുതാൻ കഴിയില്ല. അദ്ദേഹം ആലോചിച്ചുറപ്പിച്ചെടുത്ത ഒരു തീരുമാനമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്രൊവക്കേഷനായി, പ്രകോപനമായി മാറിയത് മാർച്ച് 1-ന് MV ഗോവിന്ദൻ നടത്തിയ വാർത്താസമ്മേളനത്തിലെ പ്രതികരണമാണ്. ഞാനാണ് ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ജി സുധാകരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമോ എന്ന്. അപ്പോൾ എവിടെയും ഒന്നും പരിഗണിക്കുന്നില്ല എന്നുള്ള പെട്ടെന്നുള്ള ഒരു മറുപടിയാണ്, അത് ദ്രുതഗതിയിലുള്ളൊരു മറുപടിയാണ് ഈ MV ഗോവിന്ദനിൽ നിന്ന് വന്നത്. അപ്പോൾ ആ ചോദ്യത്തിനോടുള്ള പെട്ടെന്നുള്ള മറുപടിയാണ് മാധ്യമപ്രവർത്തകർക്കിടയിൽ ചിരിയുണർത്തിയത്. ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജി സുധാകരൻ്റെ കാര്യത്തിൽ ഇത്തരം ഒരു മറുപടി വന്നത് അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരെ അടക്കം അമ്പരപ്പിച്ചിരുന്നു. കാരണം സുധാകരനെ പോലെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു നേതാവിനെ, SFIയുടെ സ്ഥാപക സംസ്ഥാന പ്രസിഡന്റ്, പിന്നീട് സെക്രട്ടറി, അത്തരത്തിലുള്ള വലിയ പദവികൾ വഹിച്ചിട്ടുള്ള, തുടക്കം മുതലേ വലിയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ്. മാത്രമല്ല, ജി സുധാകരൻ്റെ അനുജൻ പാർട്ടിക്ക് വേണ്ടി ചോര ചിന്തി മരിച്ച ജി ഭുവനേശ്വരനാണ്. അങ്ങനെ രക്താക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന സുധാകരന് നേരെ ഇത്തരം ഒരു പരാമർശം വരുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ അവിടെ നെറ്റിച്ചുളിച്ചിരുന്നു. എന്തായാലും അത് സുധാകരനും അത് വളരെ വ്യക്തിപരമായി വേദന ഉണ്ടാക്കിയ ഒന്നാണെന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാവുകയാണ്. എന്തായാലും പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം ആ മെമ്പർഷിപ്പ് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു, പാർട്ടിയുമായുള്ള ഔദ്യോഗികമായ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് സുധാകരൻ 6.5 പതിറ്റാണ്ട് കാലത്തെ ബന്ധം ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്തേക്ക് കടക്കുന്നു. ഇനി അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഒരുപക്ഷെ തുടരാമായിരിക്കും, എങ്കിലും പാർട്ടിയുമായുള്ള ഔദ്യോഗിക ബന്ധം അദ്ദേഹം അവസാനിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹാഷ്മി, ഈ സുധാകരൻ്റെ സഹോദരൻ ഞാൻ പഠിച്ച മന്ദലംകൊള്ളയിലെ രക്തസാക്ഷിയാണ്. നമ്മളൊക്കെ ഒരുപാട് മുദ്രാവാക്യം വിളിച്ചുള്ള രക്തസാക്ഷിയാണ് ശ്രീത്ത്. അതുമാത്രമല്ല, ശ്രീത്ത്, ജി സുധാകരൻ ശരിയാണ്, അദ്ദേഹം ചിലപ്പോൾ മുഖം നോക്കാതെ മറുപടി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ കടുത്ത ദേഷ്യത്തിൽ പ്രതികരിച്ചേക്കാം. ഇപ്പോൾ എൻ്റെ ഒരു വാർത്താ പ്രതികരണത്തിന് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ശബ്ദം ഗർഭം കലക്കുകളെ പോലുള്ള ശബ്ദമാണ് എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള കടുത്ത പ്രതികരണം നടത്തിയിരിക്കാം. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കറപുരളാത്ത നേതാവാണ്, അങ്ങേയറ്റം ഇൻറ്റഗ്രിറ്റി ഉള്ള നേതാവാണ്. മന്ത്രിയായിരുന്ന കാലത്ത് ആ വകുപ്പിനെ ഏത് രീതിയിൽ ചടുലമായി, അഴിമതിരഹിതമായി ചലിപ്പിക്കണം എന്ന് തെളിയിച്ച് പ്രൂവ് ചെയ്ത നേതാവാണ്. അപ്പോൾ ആ നേതാവിനെ ഒന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയാൻ CPM പറ്റുമോ ശ്രീത്ത്? ഹാഷ്മി, ജി സുധാകരനോളം പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് സംഘടനാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും അറിവും പാണ്ഡിത്യമുള്ളൊരു നേതാവ് ആലപ്പുഴ ജില്ലയിൽ വേറെയില്ല. VS അച്യുതാനന്ദൻ്റെ നിര്യാണത്തോടെ കമ്മ്യൂണിസ്റ്റ് ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിച്ചിരിക്കുന്ന നേതാക്കൾ ഒരാളായി ജി സുധാകരൻ ഉണ്ട് എന്ന കാര്യം വിസ്മരിക്കാൻ കഴിയില്ല. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ ജി സുധാകരനെ പോലെ ജനകീയ ബന്ധമുള്ള ഒരു നേതാവിനെ, അത് പാർട്ടിയുടെ സൈദ്ധാന്തികമായ കാര്യങ്ങളിലാണെങ്കിലും സംഘടനാപരമായ പ്രായോഗികതയിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ അറിവും പാണ്ഡിത്യമുള്ള ആളാണ് ജി സുധാകരൻ. അപ്പോൾ അത്തരമൊരു നേതാവിനെ അവഗണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് പോവുക CPM-നെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. അതുകൊണ്ടാണ് നേരത്തെ അശ്വിൻ പാലാടി റിപ്പോർട്ട് ചെയ്ത പോലെ ചില അനുനയ നീക്കങ്ങളൊക്കെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി R നാസറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ അത് എത്രത്തോളം ഫലം കാണുമെന്ന് അറിയില്ല. കാരണം സുധാകരനെ പോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 6.5 പതിറ്റാണ്ട് കാലത്തെ അനുഭവ പാരമ്പര്യമുള്ള ഒരു നേതാവ് മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി കാലത്ത് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചാൽ അതിനർത്ഥം അദ്ദേഹം പെട്ടെന്ന് ആലോചിച്ചെടുത്ത തീരുമാനമല്ല, മറിച്ച് അദ്ദേഹം കുറച്ച് കാലങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലും ചർച്ചകളുണ്ട്. അതിൻ്റെ ഏറ്റവും പെട്ടെന്ന് മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിൽ കനത്ത ജാഗ്രതയിലാണ് ഗൾഫ് രാജ്യങ്ങൾ. കുവൈത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 11 കൊല്ലപ്പെട്ടു. ദുബായിലെ അമേരിക്കൻ കോൺസുലേറ്റിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നടന്ന ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായി. ദുബായിലെ അമേരിക്കൻ കോൺസുലേറ്റിന്റെ പാർക്കിംഗ് സ്ഥലത്ത് ഇന്നലെ രാത്രിയോടെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ടായത്. ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ കനത്ത പുക ഉയർന്നതായി അമേരിക്കൻ അധികൃതർ വ്യക്തമാക്കി. ചാൻസലറി കെട്ടിടത്തിന് തൊട്ടടുത്തായാണ് ഡ്രോൺ പതിച്ചതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. തീപിടുത്തം അതിവേഗം നിയന്ത്രണ വിധേയമാക്കിയതായും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ദുബായ് മീഡിയ ഓഫീസ് റിപ്പോർട്ട് ചെയ്തു. കുവൈത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ കൂർത്ത ചീളുകൾ ശരീരത്തിൽ പതിച്ച് ഒരു 11-കാരി കൊല്ലപ്പെട്ടതായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. യുദ്ധം ആരംഭിച്ച ശേഷം കുവൈത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 4ാമത്തെ മരണമാണിത്. കൂർത്ത ചീളുകൾ താമസ സ്ഥലങ്ങളിൽ പതിച്ച് നിരവധി പേർക്ക് പരുക്കേറ്റതായും നാശനഷ്ടങ്ങളുണ്ടായതായും കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. ഒമാനിലെ മസ്കറ്റിന് കിഴക്ക് ഒരു കപ്പലിന് സമീപം സ്ഫോടനം നടന്നതായി ബ്രിട്ടന്റെ നാവിക സുരക്ഷാ ട്രാക്കറായ UKMTO അറിയിച്ചു. മസ്കറ്റിന്റെ 137 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. കപ്പലിലെ ജീവനക്കാരും കപ്പലും സുരക്ഷിതമാണെന്നും നാവിക സുരക്ഷാ ട്രാക്കർ വ്യക്തമാക്കി. UAEക്ക് സമീപം ഫുജാറയിൽ നിന്ന് 7 നോട്ടിക്കൽ മൈൽ കിഴക്കായി മറ്റൊരു കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
പടിഞ്ഞാറൻ ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനകളെ ലക്ഷ്യമിട്ട ഇസ്രയേലിന്റെ വ്യോമാക്രമണം നടന്നു. ഷിയ സായുധ സംഘമായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു സ്ഫോടനം. അതിനിടെ ഇറാന്റെ 2 മിസൈലുകളും 9 ഡ്രോണുകളും തകർത്തതായി സൗദി അറേബ്യ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഖമനയുടെ പിൻഗാമിയായി പരമോന്നത നേതാവായി ആരെ തീരുമാനിച്ചാലും കൊന്നുകളയുമെന്ന് ഇസ്രായേലിന്റെ ഭീഷണി. പിൻഗാമി ആരായാലും എവിടെ ഒളിപ്പിച്ചാലും കാര്യമില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സിന്റെ പ്രഖ്യാപനം. ഇറാനിലും ലെബനോനിലും ആക്രമണവും ഏറ്റുമുട്ടലും കണക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും PP ജെയിംസ്, ദുബായിൽ നിന്നും മുഹമ്മദ് റഹീസ് ചേരുന്നു. ആദ്യം ജെയിംസിലേക്കാണ്. ജെയിംസ്, ഇവിടെ എന്താണ് ഇവിടെ മുജത്തബയല്ല ആരെ തീരുമാനിച്ചാലും കൊന്നുകളയും എന്ന് കോൾഡ് ബ്ലഡായി പ്രഖ്യാപിക്കുന്നു ഇസ്രായേൽ. അതിശക്തമായ വ്യോമാക്രമണം ഇറാന്റെ ആകാശത്ത് ഇപ്പോഴും തുടരുകയാണ്. അതേസമയം തന്നെ ഇസ്രായേൽ അമേരിക്കൻ വ്യോമ പ്രതിരോധങ്ങളുടെ പല ലെയറുകൾ തകർത്തുകൊണ്ട് ടെല്ലവീവ് ഏതാണ്ട് ഗാസയ്ക്ക് തുല്യമായ അവസ്ഥയിലേക്കൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ് അവിടെ ബിൽഡിങ്ങുകൾ. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത ഈ യുദ്ധം ഏതെങ്കിലും തരത്തിൽ സമാധാനം പുലരും എന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനായോ? ജെയിംസ് സാർ. ഹാഷ്മി, യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ് എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ രാത്രിയും ഇന്ന് പകലുമായിട്ട് ഇസ്രായേലും അമേരിക്കയും വലിയ രീതിയിലുള്ള ആക്രമണമാണ്. ഏതാണ്ട് 100-ലേറെ തവണ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇറാനിൽ ആക്രമണം നടത്തി. മരണസംഖ്യ 1000-1100 കവിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞത് ഇനി മിസൈലുകളെ അയക്കാനൊന്നും പറ്റാത്ത രീതിയിൽ ഇറാൻ തളർന്നു പോയി എന്ന് പറഞ്ഞെങ്കിലും അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ US-ന്റെ സേനാ താവളമായ ഖത്തറിലെ അൽ ഉദൈദിൽ അവിടെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്ത് അവിടെ പതിച്ചിരിക്കുന്നു ഇറാന്റെ വക. അപ്പോൾ ഇറാൻ ഇപ്പോഴും വളരെ ശക്തമായ രീതിയിൽ തന്നെ അടിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ ആക്രമണം ഇന്ന് ദുബായിലെ US കോൺസുലേറ്റിന് നേരെ നടന്നു. പക്ഷെ അത് തകർത്തിട്ടുണ്ടെങ്കിലും തീപിടുത്തമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയ്ക്ക് നേരെ 9 ഡ്രോണുകൾ അയച്ചെങ്കിലും അതൊക്കെ തകർത്ത് കളഞ്ഞു പാട്രിയറ്റ് സംവിധാനം വെച്ച് സൗദി. ഇതിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള കാര്യം ഇറാന് പുറമെ ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇപ്പോൾ ലെബനോനിലാണ്. ഇസ്രായേലിൻ്റെ അയൽ രാജ്യമായ ലെബനോനിൽ ഗസയുടെ സമയത്ത് തന്നെ, ഗസ യുദ്ധത്തിൻ്റെ സമയത്ത് തന്നെ വലിയ യുദ്ധം നടന്നതാണ്. പിന്നീട് 1 വർഷം മുമ്പാണ് വെടിനിർത്തൽ ഉണ്ടായത്. ഇപ്പോൾ ഹെസ്ബുള്ള ഇസ്രായേലിലെ ഹൈഫ നഗരത്തിലേക്കും ജെറൂസലമിലും റോക്കറ്റുകൾ അയക്കുകയും ഡ്രോണുകൾ അയക്കുകയും ചെയ്തതോടെ അവർക്കെതിരെയുള്ള ആക്രമണമാണ് ഇതിരിക്കുന്നത്. ഇതുവരെ 50-ഉം 60-ഉം ആയിരുന്നു മരണസംഖ്യയെങ്കിൽ ഇതിപ്പോൾ 100-ൽ കവിഞ്ഞിരിക്കുന്നു. അവിടുത്തെ പ്രസിഡൻഷ്യൽ പാലസിന് തൊട്ടുള്ള ഹോട്ടൽ, പ്രതിരോധ മന്ത്രാലയം ലെബനോനിലൊക്കെ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. കാശ്മീർ അതിപ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ലെബനനിൽ ഇത് പോകുന്നതെന്ന് മാത്രമല്ല, ഇസ്രായേൽ സേന കരയുദ്ധം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. 10-20 ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ലെബനനിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ. അപ്പോൾ ഇതിനിടയിൽ തന്നെയാണ് കുവൈറ്റിൽ മരണസംഖ്യ 4 തുടരുന്നുണ്ട്. ഇറാനിലെ അൽ ഉദൈദിലുള്ള $1.1 ബില്യൺ റഡാറാണ് ഇറാൻ നശിപ്പിച്ചു കളഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇറാനിൽ സർവനാശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെഹ്റാനിലൊക്കെ ഇനി ഒരു ബിൽഡിംഗ് പോലും ബാക്കിയില്ലാത്ത വണ്ണം അത്രത്തോളം കിലോ. നേരത്തെ 1,00,000 ടൺ സ്ഫോടക വസ്തുവാണ് ഗാസയിലിട്ടതെന്ന് പറയുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ പക്ഷേ സ്ഫോടക വസ്തു ഉപയോഗിക്കാനുള്ള നീക്കത്തിൽ ഇസ്രായേൽ അമേരിക്ക നിൽക്കുന്നു. ടെല്ലവീവിലും സ്ഥിതി മറിച്ചല്ല, അവിടെയും പെയ്യുന്നുണ്ട് ഈ പറയുന്ന അയൺ ഡോം ഒക്കെ തകർത്തുകൊണ്ടുള്ള തീമഴ. മുഹമ്മദ് റഹീസ് കുറിച്ച് റഹീസ്, നേരത്തെ ജെയിംസ് സാർ പറഞ്ഞു നിർത്തിയത് കുവൈറ്റിലെ കാര്യമായിരുന്നു. കുവൈറ്റിൽ 11 വയസ്സുള്ള ഒരു കുട്ടി പരിക്കിൽ മരിച്ചു എന്നത് സങ്കടകരമായ വാർത്തയാണ്. ശരിയാണ്, യുദ്ധത്തിൽ ആര് മരിച്ചാലും സങ്കടമാണെങ്കിലും അത് കുട്ടികളാണെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ സങ്കടം ഇരട്ടിക്കും. റഹീസ്, എന്താണ് ഇന്ന് GCC-ലെ പൊതു അവസ്ഥ, ദുബായിലെ അവസ്ഥ? റഹീസ്. അശ്വിൻ, GCC-യിലും ദുബായിലും പൊതുവെ എന്തായാലും വലിയ ആശ്വാസത്തിന്റെ ദിനമാണ് ഇപ്പോൾ ഇതുവരെയും ഉള്ളത്. ഇന്നലെ രാത്രി ഉണ്ടായ ആക്രമണത്തിന് ശേഷം കാര്യമായിട്ടുള്ള ആക്രമണം പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രാവിലെയോടുകൂടി ചില സൈറണുകളൊക്കെ മുഴങ്ങിയ വാർത്ത ബഹ്റൈനിൽ നിന്നൊക്കെ വന്നിരുന്നു. പക്ഷെ അവിടെയൊക്കെയും ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ഉഗ്ര ശബ്ദം കേട്ടതായിട്ടൊന്നും നാട്ടുകാർ പറയുന്നതോ അല്ലെങ്കിൽ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണം ആ നിലയ്ക്കില്ല. സോ അതുകൊണ്ട് ആ തരത്തിലൊരു ആക്രമണം ഇന്ന് GCC-യിലുടനീളം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഇതുവരെയും കരുതാം. ഒപ്പം തന്നെ ഈ പതിയെ ഒരു സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് GCC രാജ്യങ്ങളിൽ നിന്നെല്ലാം കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടക്കം തുറക്കുന്ന നിലയിലേക്ക് UAE ഒക്കെ മാറുന്നു
എന്നുള്ള ഒരു സാഹചര്യം പൂർണ്ണമായും മാറിയിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും ഇനി നാളെ ഈ GCC രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഒരു ചർച്ച നടക്കുന്നതിന് മുൻപ് ഏത് നിലയ്ക്കായിരിക്കും ഇറാൻ അവരുടെ ആക്രമണം നടത്തുക, ഒപ്പം തന്നെ എങ്ങനെയായിരിക്കും ആ നിലപാട് അവർ ഫോർമുലേറ്റ് ചെയ്ത് അത് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുക എന്നുള്ളതാകും ഈ സമയത്ത് ഏറ്റവും പ്രധാനം. ആഷ്മി, ഓക്കെ, എന്തായാലും അടുത്ത യുദ്ധമുഖം ഹോർമുസ് കടലിലേക്കാണ്. അതിന് നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തു എന്ന് IRGC പറയുകയാണ്. അങ്ങനെ പൂർണ്ണമായി ഏറ്റെടുത്താൽ അതൊരു കപ്പൽ കടത്തിവിടാൻ അമേരിക്ക സൈന്യത്തെ അയക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് എല്ലാവരെയും പൊള്ളിക്കുന്ന സംഭവമാണ്. അത് ഇറാൻ്റെ പക്കലുള്ള വജ്രായുധമാണ്. അപ്പോൾ അത് ഇനി അവിടെ ഏതൊക്കെ തരത്തിലുള്ള എത്ര കപ്പലുകൾ കത്തിപ്പോകുന്നു എന്നൊക്കെ ഒന്ന് കാത്തിരുന്ന് കാണാം. കുവൈറ്റ് എയർബേസിൽ പുക ഉയരുന്നുവെന്ന് ബ്ലൂബെറി എന്നൊരു പ്രൊഡക്ഷൻ, ബ്ലൂബെറി എന്ന് പറഞ്ഞ ഏതൊരു പേരാണ് പറയുന്നുണ്ട്, ഉള്ളതാണോ എന്നറിയില്ല. എന്തായാലും എന്താണ് ഈ പറയുന്ന ഇന്ന് ഖത്തറിൽ ഇപ്പോൾ കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്, അബുദാബി ഓക്കെയാണ് എന്ന് പറയുന്നുണ്ട്, ബഹ്റിൻ ഓക്കെയാണെന്ന് പറയുന്നുണ്ട്, ഖത്തർ സേഫാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഇപ്പോൾ GCC രാജ്യങ്ങളിൽ നിന്നും കാര്യമായ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതയുടെ വാർത്തകളൊന്നും കാര്യമായി വരാതിരിക്കട്ടെ. മധ്യപൂർവേഷ്യയിൽ സംഘർഷത്തിൽ താറുമാറായി കിടക്കാണ് വ്യോമഗതാഗതം. കരിപ്പൂരിൽ നിന്ന് 40 സർവീസുകൾ റദ്ദാക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തേണ്ട 19 വിമാനങ്ങൾ റദ്ദാക്കി. ഇന്ത്യയിൽ നിന്നും ഗൾഫിലേക്ക് ഇന്ന് 58 പ്രത്യേക വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. സംഘർഷത്തിന്റെ 5ാം ദിനവും വ്യോമഗതാഗത മേഖലയിൽ ആശങ്ക തുടരുകയാണ്. പ്രതിസന്ധി നേരിടാൻ UAE ഫുജേറിൽ നിന്ന് കൊച്ചിയിലേക്ക് ഉൾപ്പെടെ 8 പ്രത്യേക വിമാനങ്ങൾ സ്പൈസ് ജെറ്റ് പ്രഖ്യാപിച്ചു. ഇന്ന് രാത്രി 8:50 കൊച്ചിയിലേക്കുള്ള വിമാനം. ഇന്ത്യയിൽ നിന്നും ഗൾഫിലേക്ക് 58 വിമാന സർവീസുകൾ ഉണ്ടാകും. നിയന്ത്രിത വ്യോമാതിർത്തി ഒഴിവാക്കിയാണ് സർവീസുകൾ നടത്തുന്നത്. അതിനിടെ UAE ഫുജേറിൽ കുടുങ്ങിയ യാത്രക്കാർ നെടുമ്പാശ്ശേരിയിൽ തിരിച്ചെത്തി. അക്ബർ ട്രാവൽസ് ഒരുക്കിയ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലാണ് 186 യാത്രക്കാർ എത്തിയത്. UAEയിലുള്ളവരെല്ലാം സുരക്ഷിതരാണെന്നും ആശങ്ക വേണ്ടെന്നും യാത്രക്കാർ പറഞ്ഞു. ഇപ്പോൾ സിറ്റുവേഷനൊക്കെ കൺട്രോളാണ്. പക്ഷേ ഇടയ്ക്കും തലയ്ക്ക് ഓരോ സമയത്ത് ഒരു ഡ്രോൺസ് ഫ്ലൈ ആവുന്നുണ്ട്. ആ ഡ്രോൺസിനെ ഇവരൊക്കെ മുകളിൽ തന്നെ വെച്ചിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയ പാടത്തിന് കുറച്ച് അവിടെ ഒരു ഓയിലിൻ്റെ ഒരു ഫാക്ടറി ബുദ്ധിമുട്ടായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ലോക്കൽസ് അവിടുത്തെ എണ്ണ നല്ല സപ്പോർട്ടീവ് ചെയ്യുന്നു. സംഘർഷത്തെ തുടർന്ന് അബുദാബിയിൽ കുടുങ്ങിയ നടി സ്വാസികയും കൊച്ചിയിലെത്തി. അതിങ്ങനെ നമുക്ക് കാണാം, അതിങ്ങനെ മിസൈലുകൾ പോകുന്നതും ഡ്രോണ്. പക്ഷേ അവര് UAE ഗവൺമെന്റ് ഭയങ്കരമായിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ആരും അങ്ങനെ പാനിക് ആയിട്ടില്ല ഇതുവരെ. നമ്മളെ പോലെ സ്റ്റക്കായി നിൽക്കുന്നവരും ഈ ഒരു ഫുജേറ എന്നുള്ള ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റ് വന്നതുകൊണ്ട് അത് നന്നായി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് 8 വിമാനങ്ങൾ സർവീസ് നടത്തി. തിരിച്ച് 6 വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിലെത്തി. കൂടുതൽ വിമാനങ്ങൾ മസ്കറ്റിൽ നിന്നാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തേണ്ട 19 വിമാനങ്ങൾ റദ്ദാക്കി. കരിപ്പൂരിൽ നിന്ന് 40 സർവീസുകൾ റദ്ദാക്കി. അതേസമയം റിയാദ്, മസ്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നും അവിടേക്ക് തിരിച്ചുമുള്ള സർവീസുകൾ നടന്നു. മസ്കറ്റിൽ നിന്നുള്ള സലാം എയർ, റിയാദിൽ നിന്നുള്ള ഫ്ലൈനാസ് എന്നിവയാണ് സർവീസ് നടത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മധ്യപൂർവേഷ്യയിലെ സംഘർഷം സാമ്പത്തിക മേഖലയിലും കനത്ത പ്രഹരം ഏൽപ്പിക്കുകയാണ്. ഓഹരി വിപണികളിൽ ഇന്നും ചോരപ്പുഴ ഒഴുകി. ബ്ലഡ് ബാത്ത്. ഓഹരി സൂചികൾ 2% നഷ്ടത്തിലാണ് വ്യാപാരം നടത്തുന്നത്. 1 പവൻ സ്വർണത്തിന് ഇന്ന് 2280 രൂപ കുറഞ്ഞു. രൂപ സർവകാല തകർച്ചയിലേക്ക് വീഴുകയും ചെയ്തു. യുദ്ധം എന്ന് തീരുമെന്ന് അറിയില്ല. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം തടഞ്ഞതോടെ ക്രൂഡ് ഓയിൽ വിലയും കൂടുന്നു. 2024 ശേഷമുള്ള ഏറ്റവും കൂടിയ വിലയിൽ എത്തി നിൽക്കുകയാണ്. എണ്ണ ഇറക്കുമതിക്ക് ഗണ്യമായ തുക ചെലവിടുന്ന ഇന്ത്യയിൽ ആശങ്കകൾക്ക് കാരണങ്ങൾ ഏറെയാണ്. ഹോളി അവധി കഴിഞ്ഞ് വ്യാപാരം തുടങ്ങിയ വിപണികളിൽ ഇന്നും വൻ തിരിച്ചടി ഉണ്ടായി. തിങ്കളാഴ്ച 9 ലക്ഷം കോടി രൂപയാണ് വിപണിയിലെ നഷ്ടം. ഇന്നും ഇതേ തോതിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നിഗമനം. IT ഒഴികെയുള്ള സെക്ടറുകളെല്ലാം നഷ്ടത്തിലാണ്. മറ്റ് ഏഷ്യൻ വിപണികളും നഷ്ടത്തിലാണ്. യുദ്ധ സാഹചര്യത്തോട് വിപരീതമായാണ് സ്വർണ്ണവില പ്രതികരിക്കുന്നത്. ഡോളർ ശക്തിയാർജിച്ചതോടെ സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് ഇന്ന് 285 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ പവന് വില 1,20,640 രൂപയിലേക്കെത്തി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇന്ന് 92 രൂപയും പിന്നിട്ട് നിൽക്കുകയാണ്. 24 മുംബൈ. മധ്യപൂർവേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. അടിയന്തര സേവനങ്ങൾക്കായി വിദേശകാര്യ മന്ത്രാലയം കൺട്രോൾ റൂം തുറന്നു. നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. മധ്യപൂർവേഷ്യയിലെയും ഗൾഫ് മേഖലകളിലെയും നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചത്. രാവിലെ 9 മണി മുതൽ രാത്രി 9 വരെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നതിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിരുന്നു. ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ഷിപ്പിംഗ് മന്ത്രാലയം യോഗം ചേർന്നു. പേർഷ്യൻ ഉൾക്കടലിലെ സമുദ്ര സ്ഥിതിഗതികൾ ഷിപ്പിംഗ് മന്ത്രാലയം പരിശോധിച്ചു. അടിയന്തര ഘട്ടം നേരിടാൻ സജ്ജമെന്ന യോഗം വിലയിരുത്തി. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ
മസ്കറ്റ് തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ദിയു സ്വദേശിയായ ദീക്ഷിത് സോളങ്കി എന്ന് സ്ഥിരീകരിച്ചു. MV സ്കൈലൈറ്റ് ചരക്ക് കപ്പലിലുണ്ടായ ആക്രമണത്തിൽ ബീഹാർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. 24 ഡൽഹി. എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥിനി ജാസ്ലിയുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഓടിച്ചയാളെ പിടികൂടാത്തിൽ പ്രതിഷേധം ശക്തം. കോട്ടയം അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റെ മകൻ ഡോക്ടർ സിറിയക് പി ജോർജ് ആണ് വാഹനം ഓടിച്ചത്. ഇയാളുടെ ചിത്രവും പോലീസ് പുറത്തുവിട്ടു. മോർണിംഗ് സ്റ്റാറിലെ സ്റ്റുഡൻ്റായ ജസ്ലിയ എന്ന പെൺകുട്ടിയുടെ അപകടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്ന് രാത്രി തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അത് രാത്രി ആയതുകൊണ്ട് തന്നെ വാഹനം ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം തൃശ്ശൂർ മുതലുള്ള CCTVs നോക്കി. എന്നിട്ട് നമുക്ക് അന്ന് രാത്രി അതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള CCTVs കുറവായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ കിട്ടിയത് ആരാണ് വാഹനം ഓടിച്ചതെന്നും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സിറിയക്ക് എന്ന് പറയുന്ന ആളാണ്, കോട്ടയം സ്വദേശിയാണ്, അയാൾ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അതുകൂടാതെ ഇയാളുടെ ഓടിച്ചിരുന്ന വാഹനം എടുത്തിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ തന്നെ നമ്മൾ വാഹനം കോടതി കൊടുത്തിട്ടുണ്ട്. നിലവിൽ ജാമ്യമില്ലാത്ത നോൺ ബെയിലബിൾ ആയിട്ടുള്ള സെക്ഷൻ ഇട്ട് ആണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. സിറിയക്കൻ അന്വേഷിച്ച് പോലീസ് പാർട്ടി പുറത്തുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് കോടതിയിൽ ഹാജരാക്കി നമ്മൾ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. നിലവിൽ നമുക്ക് ഒരാൾ മാത്രമാണ്. 5 ദിവസമായിട്ടും ഇയാളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ജസ്ലിയുടെ സഹപാഠികളും അധ്യാപകരും അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തുകയും ചെയ്തു. അതെ, 5 ദിവസമായിട്ട് ഒരു അറിവ് നമുക്കില്ല. വണ്ടി കിട്ടിയെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമുക്കത് അറിയണം. അവളെ ജീവൻ എന്താ വിലയില്ലേ, നമുക്കത് അറിയണം. പ്രതിയെ പിടികൂടണം. പക്ഷേ ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കുട്ടിയാണ് അവള്. അപ്പോൾ എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു ഇത് വേണം. ആക്സിഡന്റ് നടന്നിട്ട് ഇത്രയും ദിവസം എന്നിട്ട് അവർ പിടിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷന് മുന്നിൽ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു ദേശീയപാതയിൽ അങ്കമാലി ടക് ജംഗ്ഷനടുത്ത് അപകടം. മസ്തിഷ്ക മരണം സംഭവിച്ച ജസ്ലിയുടെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. ആൻ മരിയ സണ്ണി വിവരങ്ങൾ. ആൻ, അയാളെ പിടികൂടുന്നില്ലെങ്കിലും ചിത്രമെങ്കിലും പോലീസ് പുറത്തുവിട്ടു. ജസ്ലിയുടെ സഹപാഠികൾ പോലീസ് സ്റ്റേഷനിലെത്തിയതിന് പ്രയോജനമുണ്ട്. ആൻ, കാശ്മീർ തീർച്ചയായിട്ടും ആ പ്രതിഷേധവും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ പ്രതിഷേധവും എല്ലാം അത് ശക്തി പ്രാപിച്ചതോടെ പോലീസിന്റെ അന്വേഷണം അത് കാര്യക്ഷമമായിട്ട് തന്നെ ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പേരും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് പ്രതി ഡോക്ടർ സിറിയക്കിന്റെ പേരുൾപ്പെടെയുള്ള കാര്യങ്ങളും സിറിയക്കിന്റെ ഫോട്ടോ ഉൾപ്പെടെ പോലീസ് തന്നെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. വിവിധ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇവരെ കണ്ടെത്തിയിരിക്കുന്ന CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് കോട്ടയം സ്വദേശിയുടെ രജിസ്ട്രേഷനിലാണ് ഈ വാഹനം ഉള്ളത് എന്നും അദ്ദേഹത്തിന്റെ മകനാണ് വാഹനം ഓടിച്ചിരുന്നതും അപകടമുണ്ടാക്കിയത് ഇവരാണ് എന്നും വാഹനത്തിൽ 2 പേരുണ്ടായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തമായിട്ടുണ്ടായിരുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് എന്തായാലും നിലവിൽ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ 2 പേരും ഇതുവരെ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടില്ല. ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസിന്റെ വ്യാപകമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. കാരണം ഇന്ന് 10 മണിക്ക് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇരുവരും പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല. ഇതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം അറസ്റ്റ് ചെയ്ത് പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ തീരുമാനം. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ജാസ്ലിയുടെ സംസ്കാരം പറഞ്ഞിരിക്കുന്നത്. കുഴിപ്പള്ളി പള്ളിയിൽ വെച്ചിട്ടാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. അതിനുശേഷവും, അതായത് ഈ സംസ്കാരത്തിന് ശേഷവും പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ജസ്ലി പഠിച്ച മോർണിംഗ് സ്റ്റാർ കോളേജിലെ വിദ്യാർത്ഥികൾ, അതായത് സഹപാഠികളുടെ തീരുമാനം. കോളേജിലെ സഹപാഠികൾ മാത്രമല്ല, നാട്ടിലുണ്ടായിരുന്ന സഹപാഠികൾ നിലവിൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇവരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. വിവിധ സംഘടനകൾ, യൂത്ത് കോൺഗ്രസ്, അതോടൊപ്പം തന്നെ DYFI ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ പ്രതിഷേധവുമായിട്ട് വന്നു. പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇരുന്ന് കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിലേക്ക്, പോലീസ് സ്റ്റേഷന് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്കൊക്കെ ഈ പ്രതിഷേധം ശക്തമാകുന്നതാണ് കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിരവധിയായിട്ടുള്ള പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. പ്രതിയെ അതിവേഗത്തിൽ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് നിലവിൽ പോലീസ് കടന്നിരിക്കുന്നത്. ഹാഷ്മി. MV ഗോവിന്ദൻ കളിയാക്കി ചിരിച്ചു എന്നൊന്നും ജി സുധാകരൻ പറയുമെന്ന് തോന്നുന്നില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പക്വതയും അനുഭവ പാരമ്പര്യമുള്ള നേതാവാണ് ജി സുധാകരനെന്നും EP ജയരാജൻ പറഞ്ഞു. അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു സഖാവല്ല ജി സുധാകരൻ. നല്ല പക്വതയും കുറേ അനുഭവങ്ങളും ഒക്കെയുള്ള സഖാവാണ്. ആ നിലയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ ഒന്നിച്ച് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഒന്നിച്ച് വന്നവരാണ്. ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഈ നാടിനെ ശക്തിപ്പെടുത്തുന്ന, ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നൊരു പാർട്ടിയാണ് CPIM. ഏത് പാർട്ടിയിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങളാകട്ടെ, അവരുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ, നാടിൻ്റെ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ എല്ലാം വന്നെത്തുന്നത് ഒറ്റ പാർട്ടിയുടെ മുമ്പാകെയാണ്.
ഈ സാധനം ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി ഞാനൊരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്ന അർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അത് കേട്ട് പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നതും കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ജീസുദാൻ അങ്ങനെ പറയില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞാൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ ആ സംശയം തീരും. എന്തായാലും കഴിഞ്ഞ മാസം 28-നായിരുന്നു ജി സുധാകരനെ പ്രകോപിപ്പിച്ച CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആ പ്രതികരണം. ആർ സീത്തിന്റെ ചോദ്യമായിരുന്നു അത്. ആ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു എം വി ഗോവിന്ദന്റേത്. ജി സുധാകരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം. അതിലേക്ക് കൂടി ഒരു പരിഗണനയില്ല. അപ്പോൾ അവിടെ ഒരു ചോദ്യത്തോട് വളരെ പെട്ടെന്നൊരു പ്രതികരണം ഉണ്ടായി. ആ പ്രതികരണത്തിൻ്റെ സാന്ദർഭികമായ ഹാസ്യത്തിൽ മാധ്യമപ്രവർത്തകർ ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ എം വി ഗോവിന്ദൻ ചിരിച്ചിട്ടുണ്ട്. അത് കളിയാക്കി ചിരി എന്ന് ജി സുധാകരൻ തോന്നുന്നുണ്ട്. അദ്ദേഹം അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കണ്ണൂർ ജില്ലയിലെ CPM സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് പിന്നാലെ പാർട്ടിയിൽ കടുത്ത അതൃപ്തിയും എതിർപ്പും. സുരക്ഷിത മണ്ഡലമായ മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മാറ്റിയതിൽ KK ശൈലജയ്ക്ക് കടുത്ത വിയോജിപ്പുണ്ടെന്നാണ് വിവരം. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കും പയ്യന്നൂരിൽ TA മധുസൂദനുമെതിരെ വിമർശനം ഉയരുന്നുണ്ട്. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ടേമിൽ ഇളവ് വേണ്ടെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം അതേപടി നടപ്പാക്കുകയാണ് മട്ടന്നൂരിന്റെ കാര്യത്തിൽ ജില്ലാ നേതൃത്വം ചെയ്തത്. 2021-ൽ സംസ്ഥാന ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം ലഭിച്ച മട്ടന്നൂർ നിലനിർത്താൻ KK ശൈലജ വേണമെന്നില്ലെന്നായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. ജനപ്രീതി ഉപയോഗപ്പെടുത്താനാണെങ്കിൽ കടുപ്പമുള്ള സീറ്റിൽ മത്സരിക്കട്ടെ എന്ന അഭിപ്രായമായിരുന്നു സംസ്ഥാന നേതാക്കളുടേത്. ഒടുവിൽ മട്ടന്നൂരില്ലെങ്കിൽ മത്സരത്തിനില്ലെന്ന് പറഞ്ഞിരുന്ന ശൈലജ സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു. അതേസമയം ജില്ലാ കമ്മിറ്റി അംഗം PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതിനെതിരെയും സമൂഹമാധ്യമങ്ങളിൽ കടുത്ത എതിർപ്പാണ് ഉയരുന്നത്. ഭർത്താവ് മാറുമ്പോൾ ഭാര്യ മത്സരിക്കാൻ ഇത് കോൺഗ്രസ് അല്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇടതനുകൂല പ്രൊഫൈലുകളിൽ പോലും പ്രത്യക്ഷപ്പെടുന്നത്. പയ്യന്നൂരിൽ അഴിമതി ആരോപണം ഉന്നയിച്ച B കുഞ്ഞികൃഷ്ണനെയോ മുൻ ബ്രാഞ്ച് സെക്രട്ടറി C വൈശാഖിനെയോ മത്സരിപ്പിക്കാനാണ് വിമത വിഭാഗത്തിന്റെ നീക്കം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ നടക്കുന്ന CPIM വിമതരുടെ കൺവെൻഷനിൽ മുൻ KTDC ചെയർമാൻ PK ശശി പങ്കെടുക്കുമെന്ന് വിമത നേതാവ് M സതീഷ് അറിയിച്ചു. പാർട്ടിയിൽ അതൃപ്തിയുള്ള നിരവധി നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നും നിലവിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല ലക്ഷ്യമെങ്കിലും ഭാവിയിൽ ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുമെന്നും സതീഷ് വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിലെ CPIM-ൽ അസംതൃപ്തരായിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങളിപ്പോൾ പ്രവർത്തകരുടെ ഒരു കൺവെൻഷനാണ്, അല്ലാതെ ഇപ്പോൾ ശക്തി തെളിയിക്കുന്ന ഒരു പ്രകടനമോ അല്ലെങ്കിൽ പങ്കാളിത്തമോ ഒന്നുമല്ല. മുൻ MLA-യും KTDC-യുടെ ചെയർമാനുമായിരുന്ന സഖാവ് PK ശശി അദ്ദേഹം ഈ കൺവെൻഷനിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. 24 പാലക്കാട് കണ്ണൂർ. തളിപ്പറമ്പിൽ PK ശ്യാമള തന്നെ എന്ന് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്നു. പേരാവൂരിൽ KK ശൈലജ തന്നെ എന്നും ഏതാണ്ട് ഫൈനലൈസ് ആവുന്നുണ്ട്. അതിനിടയിൽ ആണ് നേരത്തെ ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ അർജുനായെങ്കിൽ കേസുകളൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ അടിയുറച്ച പാർട്ടിക്കാരനാണ് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനും അപ്പനും സുഭദ്രാമയും തീരുമാനിക്കും, ബാക്കിയുള്ളവർ കൈയടിച്ച് അംഗീകരിക്കുക, മക്കത്തായം മരുമക്കത്തായം ഭാര്യത്തായം തിരുത്തലെന്നറിയാം, ജനം തിരുത്താതിരിക്കട്ടെ എന്നടക്കമുള്ള പ്രതികരണങ്ങൾ ഫേസ്ബുക്കിൽ നടത്തുന്നുണ്ട്. അതിന് താഴെ വരുന്ന കമൻറ്റിലൊക്കെ പാർട്ടിക്കാർ തന്നെയാണ് കൂടുതലും അത് ശരിയായ തീരുമാനമല്ല എന്ന മട്ടിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുവാണ് രാഷ്ട്രീയ പാർട്ടികൾ. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കുന്നതിനായി നിർണായക CPIM സംസ്ഥാന സെക്രട്ടറിയേറ്റ് പുരോഗമിക്കുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ മാനദണ്ഡം രൂപീകരിക്കുന്നതിനായി CPI നേതൃയോഗങ്ങളും നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ പറവൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി NMPS മത്സരിപ്പിക്കാൻ CPI ആലോചിക്കുകയാണ്. ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടിക CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പരിശോധിക്കും. ഉറച്ച വിജയസാധ്യതയില്ലാത്ത സീറ്റിൽ മാത്രം 2 ടേം നിബന്ധനയിൽ ഇളവ് നൽകാനായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം. എന്നാൽ ചില ഉറച്ച സീറ്റുകളിലും ടേം നിബന്ധന ഒഴിവാക്കണമെന്ന് ജില്ലകളിൽ നിന്ന് ആവശ്യമുണ്ട്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്ന പട്ടികയ്ക്ക് നാളെ ചേരുന്ന സംസ്ഥാന സമിതി അംഗീകാരം നൽകും. പട്ടിക ജില്ലാ ഘടകങ്ങളിലും ബന്ധപ്പെട്ട മണ്ഡലം കമ്മിറ്റികളിലും ചർച്ച ചെയ്ത ശേഷം 8-നോ 9-നോ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ടേം നിബന്ധന അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിനാണ് CPI നേതൃയോഗങ്ങൾ ചേരുന്നത്. 3 ടേം പിന്നിട്ട 6 പേർക്ക് ഇനി സീറ്റില്ല. 2 ടേം പിന്നിട്ടവരിൽ ജില്ലാ കൗൺസിലുകൾ അനിവാര്യമെന്ന് ചൂണ്ടിക്കാട്ടുന്നവർക്ക് മാത്രമേ 2 ടേമിൽ ഇളവുണ്ടാകൂ. പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന നോർത്ത് പറവൂരിൽ പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് CPIയുടെ നീക്കം. ഇടത് ചിന്തകൻ NMPS CPIയുടെ പരിഗണനയിലുള്ളത്.
കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മത്സരിക്കും. നാദാപുരത്ത് പി വസന്തമോ പി ഗവാസോ ആണ് പരിഗണനയിൽ. മൂവാറ്റുപുഴയിൽ എൻ അരുണും പീരുമേട്ടിൽ സലിംകുമാറും ഹരിപ്പാട് ടി ടി ജിസ്മോനും മത്സരിക്കും. അടൂർ, കരുനാഗപ്പള്ളി, പുനലൂർ, ചാത്തന്നൂർ സീറ്റുകളിൽ 3 പേർ വീതം പരിഗണനയിലുണ്ട്. പുനലൂരിൽ അജയ് പ്രസാദ്, ചാത്തന്നൂരിൽ ആർ രാജേന്ദ്രൻ, അടൂരിൽ സി അരുൺകുമാർ എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. ചിറയൻകീഴിൽ മനോജ് ബി ഇടമന CP സ്ഥാനാർത്ഥിയാകും. 24 തിരുവനന്തപുരം. സീറ്റ് തർക്കം നിലനിൽക്കുന്നതിനിടെ ഏറ്റുമാനൂരിൽ ചുവരെഴുതി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. ചിഹ്നം വരയ്ക്കാതെയാണ് ചുവരെഴുത്ത്. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് മാത്രമാണ് ചുവരെഴുത്തിലുള്ളത്. ഏറ്റുമാനൂർ സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് ശ്രമം തുടരുന്നതിനിടയിലാണ് നീക്കം. ടോബി ജോൺസൺ വിവരങ്ങൾ വെച്ചത്. ടോബി, എന്തായാലും സ്ഥാനാർത്ഥി ആരായിക്കോട്ടെ, സീറ്റ് ആർക്കായിക്കോട്ടെ, ചുവരുകൾ പിന്നെ കിട്ടില്ല. തക്കം കഴിയുമ്പോഴേക്ക് ചുവരുകൾ ബുക്കായി പോകും. അതുകൊണ്ട് ബുക്ക് ചെയ്തിടുക എന്നതാണോ, അതിനപ്പുറം അതിലുണ്ടോ ടോബി? അശ്വി, അങ്ങനെയാണ് കേരള കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞത്. അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ആളുകൾ പോലും അങ്ങനെയാണ് പറഞ്ഞത്. അതായത് വൈകി പോയി കഴിഞ്ഞാൽ ഈ ചുവരുകൾ കിട്ടാതെ വരും. പക്ഷേ രസമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചുവരെഴുതാൻ വേണ്ടി എത്തിയത് കേരള കോൺഗ്രസ്സുകാരാണെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അറിയാവുന്ന പോലെ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റാണ്. ഇത്തവണ അത് കോൺഗ്രസ് മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അവർ അത് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി. വലിയ ചർച്ചയായതാണ്. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ കേരള കോൺഗ്രസ് കോൺഗ്രസ് ഏറ്റുമാനൂർ സീറ്റ് ഏറ്റെടുക്കുന്നില്ലെന്നൊക്കെ വന്നെങ്കിലും നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരമനുസരിച്ച് പല പ്രമുഖ നേതാക്കളും, കോട്ടയം ജില്ലയിലെ ജോസഫ് വാഴക്കനെ പോലെയുള്ള പ്രമുഖ നേതാക്കളൊക്കെ ഈ സീറ്റിന് വേണ്ടി മുന്നിൽ തന്നെ ഉണ്ട് എന്നാണ്. പക്ഷേ കേരള കോൺഗ്രസുമായി സംസാരിക്കുമ്പോൾ അവർ തങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ് ഏറ്റുമാനൂർ സീറ്റ്, അത് വിട്ടുകൊൾ നൽകാൻ തയ്യാറല്ല. കാരണം അവരുടെ ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് അടക്കമുള്ള നേതാക്കൾ ഇത്തവണ മത്സരിക്കാൻ വേണ്ടി തയ്യാറാണ്. അദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഥമമായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ആ സീറ്റ് തർക്കം ഇപ്പോഴും തുടരുകയാണ്. ബാക്കിയുള്ള ഘടകകക്ഷികളുമൊക്കെ ആയിട്ട് ഏകദേശം ധാരണയായിട്ടുണ്ടെങ്കിലും കേരള കോൺഗ്രസുമായിട്ട് ഇപ്പോഴും ധാരണയായിട്ടില്ല. അതിനുള്ള കാരണം ഈ സീറ്റുകൾ ഏറ്റുമാനൂര്, ചങ്ങനാശ്ശേരി, ഇടുക്കി, കുട്ടനാട് പോലെയുള്ള സീറ്റുകളിൽ ഒരു ധാരണ എത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പല സീറ്റുകളിലും കോൺഗ്രസ് കണ്ണു നട്ടിരിക്കുകയാണ്. എന്തായാലും ആ സീറ്റുകളൊന്നും വിട്ടു നൽകില്ല. 10 സീറ്റുകൾ ഏതെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കാമെന്നത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് 10 സീറ്റുകൾ വേണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റുമാനൂരിൽ കേരള കോൺഗ്രസ് പ്രവർത്തകർ ഈ ചുവരെഴുതിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സീറ്റ് ധാരണയെ സംബന്ധിച്ചുള്ള വ്യക്തത ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സതീശന്റെ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നവരെ കാത്തിരിക്കാൻ തയ്യാറല്ല, പ്രവർത്തനത്തിലേക്ക് കടക്കുന്നുവെന്നാണ് ഇവിടുത്തെ നേതാക്കളും പ്രവർത്തകരും എല്ലാം പറഞ്ഞിട്ടുള്ളത്. ആഷ്മി, ടീം UDF തീർച്ചയായിട്ടും ഇത്തവണ ഈ സീറ്റ് തിരിച്ചു പിടിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാകും. ആര് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥമായി അരയും തലയും മുറുക്കി ഞങ്ങൾ രംഗത്തിറങ്ങും. അതിൻ്റെ ഭാഗമായി കുടുംബച്ചോറിൽ MM മണിക്ക് സീറ്റില്ല. KK ജയന്തിന് അവിടെ സ്ഥാനാർത്ഥിയാകും. നേരത്തെ ഇതൊക്കെ വാർത്തയാവുന്നതാണ്. അതിൻ്റെയൊക്കെ ഒരു ഏതാണ്ട് അവസാന ഫൈനൽ സ്റ്റേജിലെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പൊന്നാനിയിൽ MK സക്കീർ സ്ഥാനാർത്ഥിയാകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്ന വാർത്തയാവുന്നു. അങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പാർട്ടികൾ വരികയാണ്. NCPയിലെ തർക്കങ്ങൾ രൂക്ഷമായിരിക്കും. ഇന്ന് വൈകിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത്. മന്ത്രി AK ശശീന്ദ്രനെതിരെ പ്രമേയം പാസാക്കി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് വിഭാഗം പരസ്യ പ്രതികരണം നടത്തിയ പശ്ചാത്തലത്തിലാണ് യോഗം. പാർട്ടി പറഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കാൻ വരെ പോകുമെന്നാണ് AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറും പുറത്തേക്ക്. ദ്വാരപാലക ശില്പപ്പാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ വീണ്ടും ED ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ വർഷം നവംബർ 20-നാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കട്ടിളപ്പാളി കേസിലായിരുന്നു ആദ്യ അറസ്റ്റ്. കേസിൽ റിമാൻഡിൽ കഴിയവെയാണ് ഡിസംബർ 4-ന് ദ്വാരപാലക ശില്പപ്പാളി കേസിലും പത്മകുമാറിനെ പ്രതി ചേർത്തത്. SIT അറസ്റ്റ് രേഖപ്പെടുത്തി. അന്വേഷണ സംഘം ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ വന്നതോടെ കട്ടിളപ്പാളി കേസിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ പത്മകുമാറിന് ഫെബ്രുവരി 20-ന് കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ദ്വാരപാലക ശില്പപ്പാളി കേസിലും റിമാൻഡ് 90 ദിവസം പൂർത്തിയായതോടെ കോടതി ഇന്ന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഹർജിയിൽ വിശദമായി വാദം കേട്ട ശേഷമാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെ പത്മകുമാറിന് ഉടൻ തന്നെ ജയിൽ മോചിതനാകാൻ കഴിയും. കേസിൽ പുറത്തിറങ്ങുന്ന 8ാമത്തെയാളാണ് A പത്മകുമാർ. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 6 പേർക്കാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. റിമാൻഡ് 90 ദിവസം പൂർത്തിയാകുന്നതോടെ മറ്റ് പ്രതികളും കോടതിയെ സമീപിക്കും. സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെ മൊഴികളിൽ അവ്യക്തതയുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. പാളികളിൽ പൂശിയതിന്റെ ബാക്കി സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുണ്ടെന്നറിഞ്ഞിട്ടും
നടപടിയെടുക്കാത്തതിൽ ഉൾപ്പെടെ തൃപ്തികരമായ മറുപടി ലഭിക്കാതെ വന്നതോടെ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ED. 24 കൊല്ലം. സ്വർണ്ണക്കൊള്ളക്കേസിലെ പത്മകുമാറിന് ജാമ്യം കിട്ടിയതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെളിവുകൾ ശേഖരിക്കാൻ കഴിയാത്തതിനാലാണ് പത്മകുമാർ പുറത്തിറങ്ങിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയിൽ ഇടപെട്ടെന്നും VD സതീശൻ വിമർശിച്ചു. പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാതെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം കിട്ടും. ആ ജാമ്യമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് ആ ജാമ്യം കിട്ടാനുള്ള അവസരം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പിന്തുണയോടുകൂടി SIT ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്. ഇത് ഉത്കണ്ഠപ്പെടുന്നതാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. കാരണം ഇനി ഒരു തെളിവുമില്ല. ഇനി ഇവർ പുറത്തിറങ്ങിയാൽ എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള രാഷ്ട്രീയ പിൻബലമുള്ള ആളുകളാണ് ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. അവർക്ക് ജാമ്യത്തിൽ പുറത്തിറക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് എങ്ങും എത്താതെ അവസാനിക്കാനുള്ള സാധ്യതയാണ്. ദീർഘനാളായി കാണുന്ന നല്ലതെന്നും വിമർശനവുമായി പറയുന്ന പ്രേക്ഷക പുരസ്കാരങ്ങളെക്കാൾ വലുതല്ല യഥാർത്ഥത്തിൽ ഒരു പുരസ്കാരവും. എങ്കിൽ കൂടിയും താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ എല്ലാ പുരസ്കാര ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ. ദക്ഷിണ കേരളത്തിൽ തിരുമുടി എഴുന്നള്ളത്ത് ചടങ്ങിന് പ്രസിദ്ധമായ കൊല്ലം കൊട്ടാരക്കര മേലില ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനമാകും. ശ്രീ ഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്തും വിളക്കോടും കൂടിയാണ് ഉത്സവം സമാപിക്കുക. നാനാദിക്കുകളിൽ നിന്നുള്ളവർ ഉത്സവാഘോഷത്തിനായി ഒരു നാട്ടിൽ സംഗമിച്ച ദിനങ്ങളാണ് കടന്നുപോയത്. ഭക്തിയുടെ ചൈതന്യം ചൊരിഞ്ഞ് മേലില ഗ്രാമത്തിനാകെ വിശ്വാസത്തിന്റെ പുണ്യം പകർന്ന 4 ദിവസത്തെ ഉത്സവ മഹാമഹം. വയലേലകൾക്ക് നടുവിൽ ഗ്രാമഭംഗിയിൽ നിറഞ്ഞുനിന്ന ആഘോഷങ്ങൾ. കൊട്ടാരക്കര താലൂക്കിലെ മേലില ശ്രീധർമ്മ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുമുടി എഴുന്നള്ളത്തും വിളക്കും ഇന്ന് നടക്കും. നാടിന് കാവലായി മാറിയ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നാട്ടുകാർ മാത്രമല്ല നാനാദിക്കുകളിൽ നിന്നുള്ളവരും സാന്നിധ്യം അറിയിച്ചു. തെക്കൻ തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിൽ മേലില ക്ഷേത്രം പ്രസിദ്ധമാകുന്നത് ഇവിടുത്തെ തിരുമുടി എഴുന്നള്ളത്ത് ചടങ്ങിന്റെ പ്രത്യേകത കൊണ്ടുതന്നെയാണ്. കുംഭമാസത്തിലെ ഉത്രം നാളിൽ രാത്രിയോടെയാണ് ഭദ്രകാളി ദേവിയെ ജനമധ്യത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത്. തീവെട്ടിയുടെയും ആർപ്പുവിളിയുടെയും അകമ്പടിയോടെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. തനതായ ഗ്രാമീണതയിൽ പാരമ്പര്യ ചടങ്ങുകളോടെയാണ് ഉത്സവാഘോഷം കൊണ്ടാടുന്നത്. വിവേചനമില്ലാതെ ഭക്തജനങ്ങൾ ഒന്നായി മാറിയ ആഘോഷ ദിനങ്ങൾക്കാണ് ഇന്ന് സമാപനമാകുന്നത്. 24 കൊല്ലം. തഞ്ചാവൂരിൽ TVK റാലിക്കിടെ അപകടമെന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. റാലി കഴിഞ്ഞ് വിജയ് മടങ്ങുമ്പോൾ ബൈക്കിൽ പിന്തുടർന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. വിജയുടെ വാഹനത്തെ പിന്തുടർന്ന യുവാക്കളുടെ ബൈക്ക് നിർത്തിയിട്ട് ജീപ്പിലിടിച്ചു. 2 പേർക്ക് പരിക്കുണ്ട്. ഒരാളുടെ നില ഗുരുതരവുമാണ്. ശമ്പള വർധന ഉൾപ്പെടെ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മേഖല സ്തംഭിപ്പിച്ച് നഴ്സുമാരുടെ സമരം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നഴ്സസ് പ്രതിഷേധ മാർച്ച് നടത്തി. സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ നിലപാട്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങളിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് നഴ്സസ് സമരം. സർക്കാരിന് 1 രൂപ പോലും ബാധ്യതയില്ലാത്ത വിഷയമാണ് സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കണം. അത് പ്രഖ്യാപിക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷേ കടുത്ത സമരത്തിലേക്ക് ഞങ്ങൾ കടക്കും. എത്രയും വേഗം ഇതിലൊരു തീരുമാനം ഉണ്ടാവും. ഞങ്ങൾ ബേസിക് ആയിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. ബേസിക് സാലറി 40,000 തരണമെന്ന് പറഞ്ഞാൽ ആ 20,000 തന്നിട്ട് 8 വർഷം കഴിഞ്ഞു. UNAയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക ഏകദിന പണിമുടക്കും ആരംഭിച്ചു. എമർജൻസി വിഭാഗങ്ങളിൽ മാത്രമാണ് ഇന്ന് നഴ്സസിന്റെ സേവനമുള്ളത്. അതും 3-1 മാത്രം. വാർഡുകളിലെ ജോലിയും നഴ്സസ് ബഹിഷ്കരിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് നഴ്സസ് നടത്തിയ മാർച്ച് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമന്ത്രി ഇപ്പൊ ഏറ്റവും നല്ല നടിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ നടിയാണ്. അവരുടെ നാട്യത്തിന് അവാർഡ് കൊടുക്കേണ്ട സമയമാണിത്. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ അപഹസിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ ഈ തെറ്റായ നയങ്ങൾ അവസാനിപ്പിക്കണം. വൈകിട്ട് മാനവീയം വീതിയിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും സർക്കാർ അനുമതി നൽകിയില്ല. ആവശ്യമെങ്കിൽ തീരുമാനമുണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് UNAയുടെ തീരുമാനം. അതേസമയം സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ നിലപാട്. 24 തിരുവനന്തപുരം. 2020 ലോകകപ്പിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. 1ാം സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡിനെ നേരിടും. രാത്രി 7-ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. നാളെ 2ാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. 1 PM ന്യൂസ് പൂർണ്ണമാവുന്നു.